ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് നമ്മൾ സക്ലേഷ്പൂരിൽ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ പല്ലൊക്കെ തേച്ച് ഓടി കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ വന്ന് റൂമിൽ നിന്ന് ഫ്രഷായി നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ സൈറ്റ് സീയിങ്ങിന് പോകാം. സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന രണ്ട് ടെമ്പിൾസിലേക്കാണ്. അതായത് യുനെസ്കോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടെമ്പിൾ ഉണ്ട്, ഹെറിറ്റേജ് ആയിട്ടുള്ള പണ്ടത്തെ. അപ്പം അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും റെഡിയായി. നമ്മളിവിടെ തന്നെ ഒരു ടെമ്പോ ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരാമെന്ന് പറഞ്ഞാൽ ഏകദേശം 9 മണിക്കാ തോന്നുന്നു, 9 മണി 10 മണിക്കാ തോന്നുന്നു. ടൈം കറക്റ്റ് ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ ടെമ്പോ വന്നു. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ ഇവിടെ. നിങ്ങളെപ്പോഴെങ്കിലും സക്ലേഷ്പൂർ വരുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്റ്റേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. കാരണം ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർ ഹെഡാണ് റൂമിന് റേറ്റ് വരുന്നത്. നമ്മൾ വയനാടും ഒന്നും നിൽക്കുന്ന മാതിരി റൂം റെൻ്റ് അല്ല. എത്ര പേര് വരുന്നവർക്ക് പെർ ഹെഡ് റേറ്റാണ്. കുട്ടികൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5 ഇയേഴ്സ് എബവ് ഉള്ള മക്കൾക്ക് 1000 rupees, വെച്ചിട്ടുണ്ടാകുമ്പോൾ 1000 ആട്ടോ പേ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ടെമ്പോയിൽ കയറി നമ്മളിപ്പോൾ ബേളൂരിലേക്ക് പോവാണ്. ബേളൂരാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ്. ബേളൂർ, ഹലബീഡു, അങ്ങനെ രണ്ട് ടെമ്പിളാണ് യുനെസ്കോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. കാരണം ഒരു എന്താ പറയുക, ഫീൽഡിൻ്റെ ഒക്കെ നടുക്ക് കൂടെ, പക്ഷെ എന്നാൽ ഫുൾ മരങ്ങളൊക്കെ ആയി നല്ല നല്ല വ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിൽ ഇടയ്ക്ക് ദം ഷാട്ട്സ് ഒക്കെ കളിച്ചു കേട്ടോ കുറച്ച് നേരം, നമ്മൾ ടൈം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി കാണുന്ന നല്ല നല്ല വ്യൂസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ സക്ലേഷ്പൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, ഇതൊക്കെ കാണണം, ഇന്ന സ്ഥലത്ത് പോകണം. നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് സക്ലേഷ്പൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സക്ലേഷ്പൂർ പോവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞപ്പോൾ അതേതാ സ്ഥലം എന്നുള്ള രീതിയിലാട്ടോ എല്ലാവരും ചോദിച്ചിരുന്നത്. കാരണം ആരും ബാംഗ്ലൂരും കർണാടകയൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിലും സക്ലേഷ്പൂരിലേക്ക് അധികാരം പോയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളൊരു 40 മിനിറ്റ്സ് ജേർണിക്ക് ശേഷം നമ്മൾ ഇതാണ് കേട്ടോ ബേളൂർ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം. ഇവിടെ എന്തോ ഒരു റീസെൻ്റ്ലി ഒരു എന്തോ ഒരു പരിപാടി നടന്നതിൻ്റെ ഒരു ഇതാണ് ആ ഹനുമാൻ്റെ ഇതൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഇറങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ മാതിരി ചുരിദാർ ഇടണം, സാരി ഇടണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് വേഷത്തിൽ വേണമെങ്കിലും അമ്പലത്തിൽ കയറാം. ചെരുപ്പിടാൻ പറ്റില്ല കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ പുറത്ത് ഊരി വയ്ക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് ഊരി വെച്ച് മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയിൽ തന്നെ ചെരുപ്പൊക്കെ ഊരി വെച്ചു. പിന്നെ ഫോണൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ചില സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന്. പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വലിയ ലോങ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മളകത്ത് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. എന്താ പറയുക, നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. നല്ല കല്ലുകൊണ്ട് കൊത്തുപണിയൊക്കെ ചെയ്ത്. നമ്മളൊരു അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു പിക്ചറല്ല കേട്ടോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഇതൊക്കെയാണ്. ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ 12th സെഞ്ച്വറിയിൽ ഹൊയ്സാല ഡൈനാസ്റ്റിൻ്റെ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വിഷ്ണുവിൻ്റെ ടെമ്പിളാണ് കേട്ടോ. അതായത് ഈ ബേളൂർ ടെമ്പിളിന് വേറൊരു പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നകേശവ ടെമ്പിളാണ്. കേശവ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ചെന്നകേശവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസം വിഷ്ണു, ഹാൻസം ആയിട്ടുള്ള വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ടെമ്പിളാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് കൊത്തുപണികളുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഉൾഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്.
അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇതിൻ്റെ സീലിങ്ങിലുള്ള ഈ കൊത്തുപണികളെ കുറിച്ചൊക്കെ ആൾക്കാർ, ഐ മീൻ ഇവിടെ ഇവരുണ്ട്, ഗൈഡ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഗൈഡിനൊന്നും വിളിച്ചില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നുള്ളൊരിതിലായിരുന്നു. അപ്പം മുന്നിൽ നല്ല ഭംഗിയുള്ള കൊത്തുപണികളുള്ള കുറേ പില്ലേഴ്സ് ഉണ്ട്. സീലിങ്ങുകളിലും അതെ ഭയങ്കര കൊത്തുപണികളാണ് കേട്ടോ. അപ്പം ഞാൻ കുറേയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അവർ ചീത്ത അറിയാം. പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു നോക്കി, വൈ നോട്ട്, നമുക്ക് എടുക്കാം വീഡിയോ എന്നിട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇവിടെ ഉള്ളിലുള്ള പ്രതിഷ്ഠ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ നമ്മളവിടെ തൊഴുതു. തൊഴാൻ സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്കാർ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഇത് വെച്ചിട്ടുള്ളത് ഇത് ഷൂസാണെന്നാണ് പറയുന്നത്. ലെതർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷൂസാണ് എന്നാണ് അവിടെ ഒരു ഗൈഡ് പറഞ്ഞു കേട്ടത്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഈ ലേസർ ലൈറ്റ് അടിച്ചിട്ട് അവരെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടു. ഇത് ശേഷനാഗിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ബേളൂർ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്താണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഭയങ്കര കൊത്തുപണികളും ഭയങ്കര നമുക്കിങ്ങനെ ഒരു വാവെന്ന് തോന്നും. അതായത് കല്ലിൽ ഇതൊക്കെ ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്സാണ്. അതായത് ചുമ്മാ ചെയ്ത് വെച്ചിട്ടുള്ളതല്ല, ഓരോ മൈന്യൂട്ട് വർക്ക്സും അത്രയും ഡീറ്റെയിൽഡായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മിറർ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നി ആ മേലെ കാണിച്ച ഒരു ഇത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ടെമ്പിൾ പണി കഴിപ്പിച്ച രാജാവിൻ്റെ പേര് വിഷ്ണുവർദ്ധന എന്നാണ് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്തോ ഗരുഡസ്തംഭ, ദർപ്പണ സുന്ദരി, പിന്നെ നമ്മളുടെ ഈ കേശവ ഐഡൽ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. ഇതൊക്കെ എടുത്തു കാണിച്ചു തരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഓരോരോ ഇതുണ്ട്, അതൊക്കെ ഞാൻ മാക്സിമം ചുറ്റി നടന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ കുറേ കപ്പിളിനെ കണ്ടു കേട്ടോ. അവിടെ ഇവിടെയും മുക്കിലും മൂലയിലൊക്കെ നിൽക്കുന്ന, ഞാൻ വെച്ചാൽ അമ്പലത്തിലൊക്കെ വന്ന് നിൽക്കുന്ന ഇങ്ങനത്തെ ടീംസൊക്കെ ഉണ്ടോയെന്ന്. ഇവിടെ പുറമേ നല്ല എന്താ പറയുക, കുറേ ഇതേപോലത്തെ ഏരിയാസ് ഉണ്ട്. നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനും അതേമാതിരി റെസ്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് നേരം കാമായിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടന്ന് കാണിച്ചു തരാം കുറേ. പിന്നെ ഇടയ്ക്കൊരു വെല്ല് പോലൊരു സംഭവം കണ്ടു. അപ്പോൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്നാണ്. അപ്പോൾ അവനെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി. പിന്നാലെ തന്നെ പാറും അപ്പും ഒക്കെ ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അനുപേട്ടനും ഞാനും നിഷിയും ദീപ്തേച്ചിയും ന്യൂമേഷനും എല്ലാവരും കൂടിയിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് മാക്സിമം ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടെയും ഒരു ദേവീൻ്റെ എങ്ങാണ്ട് ഒരു ഇതുണ്ട്. കൊത്തുപണികളൊരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെയും കൂടി കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉള്ളോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു മണ്ഡപം പോലെ ഒരു സ്പേസ് ഉണ്ട്. ഈ ഡാൻസൊക്കെ കളിക്കുന്ന അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തൊക്കെയോ നമ്മൾ യൂഷ്വലി കാണാത്ത പണ്ടത്തെ എന്താ പറയുക, ഹൊയ്സാല ഡൈനാസ്റ്റിയിൽ അവർ യൂസ് ചെയ്തിരുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോൾ വിച്ചിട്ടനാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ. ഉമ്മേശേട്ടനാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഏട്ടൻ ഞങ്ങളെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറേ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ആ ഒരു ഏരിയയും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴി മൊത്തം വീഡിയോ എടുത്തിട്ട് ഞാൻ പോയിട്ടില്ല. മാക്സിമം അമ്പലത്തിൻ്റെ മുക്കും മൂലയും ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട് കേട്ടോ.
എന്തൊക്കെ പറഞ്ഞാലും ഈ ആകാശത്തിലുമുള്ള മഴക്കാർ നമ്മളുടെ ഫോട്ടോസിനും വീഡിയോസിനും ഒരു പ്രത്യേക ഭംഗി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫോട്ടോസിലാണ് കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ദൂരത്തുനിന്ന് ഞാൻ ഈ അമ്പലത്തിൻ്റെ ഒരു ലോങ് ഷോട്ടൊക്കെ എടുത്തപ്പോൾ ആ മഴക്കാറും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് ഐഡൽസ് ഉണ്ട് കേട്ടോ നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കൽ മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കുകയും കൂടി വേണ്ടേ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കയറിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കുളം ഉണ്ടായിരുന്നു. പോകുന്ന വഴി ക്വിക്കായിട്ട് ഞാൻ ആ കുളം കൂടി കാണിക്കാൻ നേർച്ച കൂടി പോയപ്പോഴാണ് ഇവിടെ ഈ മതിലിൻ്റെ മുകളിൽ ആരോ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോൾ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കല്ലെന്തോ ഇളകിയിട്ട് ഒരാൾ ഇതിൻ്റെ അകത്തോട്ട് വീണ് തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ കുളം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറച്ച ആമകളാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലഡുവൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ബേളൂരിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹലോ ബേളൂരിനെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.